ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എടാ കേശു, എന്റെ മാല കൊള്ളാലേ, സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലുണ്ട് അച്ഛാ, നാളെ രാവിലെ നിർമ്മാലയം തൊഴാൻ പോകണ്ടേ? നാളെ രാവിലെ നിർമ്മാലയം തൊഴാൻ പോണം. പണ്ട് അച്ഛൻ അമ്മൂമ്മയാണ് കൊണ്ടുപോകണത്. പിന്നെ അച്ഛൻ്റെ അമ്മൂമ്മ അമ്പലത്തിൽ കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പി. ഓ, സൂചി ഉത്തര തണുപ്പായിരിക്കും. അന്നൊക്കെ ഭയങ്കര വ്രതമല്ലേ? പിന്നെ അല്ല, പാല് വാങ്ങിക്കാൻ പോവേണ്ട. അച്ഛനും മക്കളും കൂടെ രാവിലെ എവിടെ പോയിട്ട് പറഞ്ഞു? ശബരിമല പോകാൻ പോണേ. പോയി മാലയിട്ട് മറ്റന്നെ കെട്ടാണ് നീ പറഞ്ഞ കേട്ടാ. ഓ, ബാസങ്ങളെ കുളിച്ചാ? ഇല്ല. ശുദ്ധമാണല്ലോ, മാറി നിക്കാ. ബാസങ്ങളെ കെട്ടുനിറക്കി വരുമ്പോഴെങ്കിലും ഒന്ന് കുളിച്ചിട്ട് വരണം കേട്ടോ. ഓ മക്കളെ, അല്ല അങ്ങള് മലയ്ക്ക് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, മൂക്കുത്തി മലയിൽ പോയിട്ടുണ്ട്. എടാ പാടാ, ഞാൻ അവിടെ 10-12 മല ചവിട്ടിട്ടുണ്ട്. ഇതൊക്കെ ആര് കണ്ടത്? എടാ നീ പാടാ അങ്ങോട്ട്. പോടാന്നാ? എടാ ഞാൻ സാമിയാണ്, സാമി മാലയിട്ടൊക്കെയാണ്. എന്നെ പോടാൻ വിളിക്കാൻ പാടില്ല. അപ്പൊ നീ എന്നെ പോടാന്ന് വിളിച്ചതാ? എടാ ഞാൻ സാമി, നീ മനുഷ്യൻ ജീള് ഗ്യാസ്, എന്നെ വിളിച്ചൂടെ? ഓഫ് കോഴ്സ്. സമ്മതിച്ചടേ, പോടേ പോടേ സാമിയെ. പിന്നെ പോടാന്ന് വിളിക്കുന്നു. പോടേ സാമിയെ. അല്ല അങ്കിൾ ഈ പ്രാവശ്യം മലയ്ക്ക് പോകണല്ലേ? പോണോന്നുണ്ട് മോനെ. ഹാരി സമ്മതിച്ചാലേ പോവാൻ പറ്റൂ. ഹാരി സമ്മതിക്കണ്ടേ? ഇവന്റെ ഒരു കഷ്ടപ്പാടല്ലേ. ഇവിടെ നീ വേദന മലയെ പോയി ഒളിച്ചേരിടാ, ഭാര്യയെ പേടിച്ച്. എന്ത് ജീവിതോടായത്. മാല ഇട്ടേക്കിട്ട് കൊള്ളാം, പോടാ നീ. പിന്നെയും പോടാന്ന്. ഓം ഹരിഹര സുതനാനന്ദ ചിത്രയ്യനയ്യപ്പ സ്വാമിയേ. മക്കളെ വാടാ, ഈ പാവിയുടെ ശരണം വിളിച്ച് ഏറ്റു വിളിക്കാൻ പാടില്ല. ശരി. സ്വാമിയേ ശരണയ്യപ്പ, ഹരിഹര സുതനേ ശരണയ്യപ്പ, വില്ലാളി വീരേ ശരണയ്യപ്പ, ഓ ഹരിഹര സുതാനന്ദ ചിത്രയ്യനയ്യപ്പ സ്വാമിയേ ശരണയ്യപ്പ. ഓ മക്കളെ, ആഹാ മാലയൊക്കെ ഇട്ടോ? ഞാൻ വന്നിട്ട് 1 മണിക്കൂറായി. ഞാൻ 12 മണിക്കുള്ള ബസ് കറിഞ്ഞു പോകുന്നു. അല്ല ഇപ്പൊ കൺമണി കൊണ്ടുവന്നില്ലേ? മക്കളെ വരണമെന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്ന 2 പേരും. പക്ഷെ 2 പേർക്കും പനി. പിന്നെ അവള് പറഞ്ഞു പനിയായിട്ട് ഇനി കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. ഇതെന്തൊരു വിളിയാ, പേടിച്ചു പോയല്ലോ. അയ്യോ മാമി ഇതൊരു ശരണം വിളി കേട്ടിട്ടില്ലേ? ഓ ഉണ്ട്, ഇതൊരു കടുപ്പം തന്നെ. ചേച്ചി കുളിച്ചാ? എവിടെ? നിങ്ങളെ ഗുരുസ്വാമി വന്നുകൊണ്ടേ ഇരിക്കണ്. മക്കളെ മൊബൈൽ എടുത്തോണ്ടോ അച്ഛൻ്റെ? കെട്ടിനുള്ള സാധനങ്ങളൊന്നും വാങ്ങണില്ലേ? എന്റെ പൊന്നു പോയി വാങ്ങിക്കാൻ സമയം കിടക്കല്ലേ? ഓ സമയം കിടക്കല്ലേ എന്ന് പറയും. അവസാനം എപ്രാളം പിടിച്ച് എല്ലാം മറക്കും. മാമി ഒന്ന് സമാധാനപ്പെടണം. ഞാൻ കൂടെ പോയി എല്ലാ സാധനവും വാങ്ങിക്കാം, പോരെ? ഹലോ എടാ നവാസേ, എടീ ഓലയും മുളയൊക്കെ എവിടെയാടേ? എടാ വൈകുന്നേരത്തിന് പണി തീർക്കണമെന്ന്. പെട്ടെന്ന് വാങ്ങോട്ട്. ഓലേ മുള എന്തിനാണ്? അയ്യോ മാമി ഒന്നും അറിയണ്ട. മാമി ചെയ്യേണ്ടത് കുറച്ച് തൈലെടുത്ത് മുട്ട നടങ്ങിയിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശരണം വിളിച്ചോണം. പറ്റുമല്ലേ? നിനക്ക് എന്തിനാ രാവിലെ വെള്ളം എടുത്ത് ഒഴിക്കണേ? തള്ളിയിട്ട് കാലം ഒടിക്കോ നീ? എവിടെ പോവാ ഇത്ര പ്രാളപ്പെട്ട്? എവിടെയെങ്കിലും പോവാനുണ്ടോ? നോക്ക് മാലയിട്ടൊക്കെയാണ് എന്നെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ നീ. പിന്നെ എന്തോ വാങ്ങുന്ന കാര്യമാ ബാല പറയുന്നേ? എന്തോ വാങ്ങുന്ന കാര്യം? കെട്ട് സാധനം വാങ്ങിക്കണ കാര്യം പറയായിരുന്നു. ഓ അത് വൈകുന്നേരം വാങ്ങിയപ്പോ. വൈകുന്നേരം വാങ്ങിക്കാം. ആ തുറപ്പേടാ ആദ്യം എടുത്തിട്ട് ആ മാവിന്റെ മൂടൊക്കെ വൃത്തിയാക്കാം. അവിടെയാണ് ഭജനപ്പുര കെട്ടാൻ പോണത്. ചേട്ടത്തെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ നീ? കണ്ടാ കൂടാ ഈ തുറപ്പെടുത്ത് നിനക്ക് അവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടുകൂടി? നിന്റെ കയ്യിൽ കുരുവാ. അവിടെയല്ല, അവിടെ കെട്ടിയാ മതി. അവിടെ കെട്ടേണ്ട, അവിടെ കെട്ടിയാ മതി. അവിടേക്ക് അവിടെ മാമ അടിച്ചു വരണോ? അവിടെ അല്ല മാമ ഈ ചെറുക്കൻ ജോലിയും ചെയ്യില്ല. മാമ നോക്കി നടത്തിയതല്ല. ഇതാര് വരണം നോക്ക്. ഗുരുസ്വാമി വന്നത് രാജകലയിലാണല്ലേ വരവ്. രമേ ചേച്ചി 2 ദിവസം മുന്നേ വരാന്ന് പറഞ്ഞല്ലേ, ഇപ്പഴാണോ വരണേ? പറ്റിയില്ല ചേച്ചി, അച്ഛന് കഠിന വ്രതമായിരുന്നല്ലോ. പിന്നെ അങ്ങും പോയി നിന്ന് കഴിഞ്ഞാൽ വ്രതം തെറ്റുമെന്ന് അച്ഛൻ പറയുന്നത്. മണ്ഡലകാലം മുഴുവൻ വ്രതമായിരുന്നു ശങ്കര. പിന്നെ 20 വർഷം കൊണ്ട് മുടങ്ങാതെ വ്രതം എടുക്കല്ലേ? അങ്ങനെ മുടങ്ങാതിരുന്നു എന്ന് പറയണ്ട. ഒരിക്കൽ തെറ്റി എവിടെയോ ഗുരുസ്വാമിയായിട്ട് പോവാൻ ഇറങ്ങിയിട്ട് റൂട്ട് തെറ്റി പിന്നെ ആൾക്കാർ പൊക്കി എടുത്തോണ്ടാ വീട്ടിലേക്ക് വന്നേ. എന്തിനാ വായിക്കൊണ്ടിരിക്കണേ? പോയി വൃത്തിയാക്കിട്ടാ പോടാ. അണ്ണാ അവിടെയാണ് ഭജനപ്പുര. കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഇപ്പൊ അവിടെ ഭജനപ്പുര കിട്ടേണ്ട ആവശ്യമുണ്ട്? വീട്ടിനകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിനക്ക് അതിനകത്ത് വെച്ച് കെട്ടിയാ പോരെ? നിന്റെ അഭിപ്രായം ആയി ചോദിച്ചാ? ഞാൻ തീരുമാനിക്കൂടെ കാര്യങ്ങൾ നടക്കണം. അങ്ങനെ നടക്കൂ. നീ പോടെ
ബാ ചേട്ടാ നമുക്ക് പോയി ക്ലീൻ. ഭയങ്കര സംശയം കൊണ്ടുവന്നിരിക്കണ ഹലോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാ മതിയാ അത് എഴുതാടേ സമാനപ്പെടേ. സമാനപ്പെടുന്ന പറഞ്ഞാൽ എഴുതി വന്നാലും അതിന് എത്ര രൂപ എന്നൊക്കെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ പറ്റൂ. എന്നാലും നീരുവിൻ്റെ അടുത്ത് പറഞ്ഞ് ബാങ്കിൽ നിന്ന് പൈസ എടുക്കണ്ടേ? അപ്പൊ അതിന് ഞാൻ തരണ മാമ ഈ നല്ലൊരു കാര്യത്തിന് കണക്ക് പറഞ്ഞണ്ട. എന്തോന്നാ മോളെ ഇത്? എപ്പോഴും ഇത് തന്നെ. എന്നൊരു കാര്യമുണ്ട്, എന്റെ ദക്ഷിണ പ്രത്യേകം മാറ്റി വെച്ചേക്കണം. പൊന്നാണ ദക്ഷിണ ഉണ്ടല്ലോ, അതല്ലേ ഗുരുസ്വാമി ഗുരുസ്വാമി ദക്ഷിണ ഇല്ലേ? കഴിക്കാം മതി. ഉള്ളതിന് വല്ല കഴിക്കാം. മതിയടി തുടച്ചത്. ആൾക്കാർ വരുമ്പോ ചൂല് പറ്റണമെന്നില്ലേ? ഗുരുസ്വാമിയാണ്. ചൂരില്ലല്ലോ. ചൂല ഇത് പിന്നെ എന്തോന്ന് വാ അങ്ങോട്ട്. മലയ്ക്ക് പോണെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി. വീട്ടിലാണെങ്കിൽ ഒരു സാധനവും ഇല്ല. എന്താ അമ്മേ? പച്ചക്കറി ഒന്നും വാങ്ങിയില്ലേ ഇതുവരെ? അതൊക്കെ ഇപ്പൊ വാങ്ങിക്കും. ഇനി എപ്പോഴാ വാങ്ങുന്നേ? അമ്മ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ദേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഇനി ചോദിച്ചാ നല്ല അടി കിട്ടൂല്ലേ അച്ചു. ഇന്ന് ഇവിടെ നിക്കണോ കേട്ടാ. രമാൻഡിയിലെ സഹായിക്കാൻ. രമാനോട് ഞാൻ മിറ്റൊന്ന് തൂക്കാൻ പറഞ്ഞു. ഇപ്പൊ റോഡ് വരെ തൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കടയിൽ പോയാണ്. സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറ. അവസാനം വാങ്ങിച്ചിട്ട് വരുമ്പോ അത് വാങ്ങിച്ചില്ല ഇത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്തോ നീ എന്നെ പോയി വാങ്ങിക്കേണ്ടി വരും. ഭവാനിയമ്മേ. ആ ശങ്കരേട്ടനോ വന്നെന്നറിഞ്ഞു. അമ്മുമ്മേ, അപ്പൂപ്പനാ നമ്മുടെ ഗുരുസ്വാമി. ഗുരുസ്വാമി അല്ലടി മോളെ, കുടിസ്വാമി. ഞാൻ വ്രതം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലോട്ടേ പോകില്ല. നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടേ. ആ നീ അങ്ങോട്ട് ചെല്ലടേ, ഞാൻ വല്ലതും കഴിച്ചിട്ട് വരാം. എടി എന്തോന്ന് വാങ്ങിക്കൊണ്ടിരിക്കണേ? കയ്യിലുണ്ടെങ്കിൽ വല്ല ഇവിടെ എടി കുട്ടമ്മാമന്റെ മോളല്ലേടി നീ. നീ എന്നിട്ട് എന്തിട്ട് ഇങ്ങനെ ആയി പോയത്? ഒന്ന് നീ മാമന്റെ സ്വഭാവമായിരിക്കണം, അല്ലെങ്കിൽ മാമീന്റെ സ്വഭാവമായിരിക്കണം. മാമീന്റെ സ്വഭാവമാണെങ്കിലോ ഇത് തങ്കപ്പെട്ട സ്വഭാവം. ഉപ്പാണ് കഴിയുന്ന കഴിച്ചിട്ട് വരി. നമുക്ക് ലിസ്റ്റ് എഴുതണം. അല്ലെ പിന്നെ പിന്നെ കഴിക്കാൻ മതി. പിന്നെ കഴിക്കാന്ന് ആദ്യം ലിസ്റ്റ് എഴുതാം. ഇതെന്തോ കഴിക്കാൻ വേണ്ടി വന്നത് ഇങ്ങോട്ട്. ഓ എന്തു ഉത്സാഹം നിന്റെ ഭർത്താവിന്. അമ്മ ബാലു സ്വാമിയാണ്, ഒന്നും പറയരുത്. ഓ ഞാനൊന്നും പറയുന്നില്ലേ. സ്വാമിയേ ശരണമയ്യപ്പ. ബാലു, ഓ ആ പൂജയ്ക്കുള്ള സാധനങ്ങൾ എഴുതിയില്ലേ? ഓ എഴുതിക്കൊണ്ടിരിക്കാനാണ്. പിന്നെ പൊരി പഴം അവല്ലേ, അണ്ണ നേരത്തെ പറഞ്ഞില്ലേ പൊഴി പഴം അവലൊക്കെ എഴുതിയല്ലോ. ശരിയാ. കർപ്പൂരം, കർപ്പൂരം, ചാമ്പ്രാണിത്തിരി, സാമ്പ്രാണിത്തിരി, വെറ്റ, വെറ്റ, പാക്ക്, പാക്ക്. അണ്ണ അടയ്ക്ക വേണ്ട. മാലോട്ടുണ്ട് ഒരുമാതിരി കളിക്കല്ലേ നീ. ചേട്ടാ പിന്നെ നാളത്തെ കഞ്ഞിവീയത്തിന് വേണ്ടി അരി, പച്ചക്കറി, പിന്നെ തേങ്ങ. പൂജാ സാധനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം അരിയും തേങ്ങയും പാടിയാ എഴുതിക്കൊണ്ടുവന്ന ഫ്ലോ അങ്ങ് പോയി അല്ലേ? പ്ലോയാ പ്ലോ പോലും. അച്ഛാ അച്ഛാ ലിസ്റ്റ് ചെയ്തു. നീ ആ പൂജയ്ക്കുള്ള സാധനവും മാറ്റി കഞ്ഞിവീത്തിന്റെ സാധനവും മാറ്റിക്കൊണ്ട് വാ. എന്നാ ഒന്ന് അടങ്ങണ്ണ, വാങ്ങിക്കാന്ന് പറഞ്ഞല്ല, പിന്നീട് ആവട്ടെ വാങ്ങിക്കാം. ഡേ സുരേന്ദ്ര, നാളെയല്ലേ കഞ്ഞി വീഴ്ത്ത്. ഇപ്പോഴേ ഇന്നേ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കണ്ടേ? ഡേ മാലയിട്ടുണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല. ഇപ്പം ശിവ കന്നിമല ആണെങ്കിലും നല്ല വ്രതമൊന്നും എടുത്തല്ലല്ല പോണത്. അങ്ങനല്ല, ഈ 41 ദിവസമാണ് പറഞ്ഞിട്ടില്ല, അത്രയൊന്നും വ്രതം എടുത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഈ കഞ്ഞിവീത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാ? ശങ്കരണ്ണ, കഞ്ഞിവീത്തിന്റെ ആവശ്യം ഉണ്ടാന്ന് ഇവൻ വന്ന് കയറിയോടെ നെഗറ്റീവ് കൊണ്ടാണ് കയറിയത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്തായാലും എല്ലാത്തിനും കൂടി ഒരു 10-40 തേങ്ങ വേണ്ടി വരും അല്ലേ? എന്താടി തേങ്ങയിൽ വല്ലവരും നിനക്ക് കൈവശം തന്ന കാര്യം പോടിയാകത്തെ. അണ്ണാ അപ്പൊ തേങ്ങ വേണ്ടേ? ഒരുമാതിരി മാമ പറഞ്ഞ ഇരിക്കണം മാമ. ഉടനെ ഇരിക്കും. പോവുകയാണെങ്കിൽ എരുമേലി വഴി തന്നെ പോണം. നീ പോയിട്ടുണ്ടോ? എരുമേലി വഴി പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. പോണം. അങ്ങോട്ട് നോക്ക്. എരുമേലി വഴി പോയാലേ 2 ദിവസം വേണം. കരിമല 7 തട്ടാണ്, നിന്റെ മുട്ടി ഇടിക്കും. അതിപ്പോ അണ്ണ നമ്മൾ പമ്പ ഇറങ്ങി പോയാലും കരിമല നീലിമല കയറിയല്ലേ അവിടെ എത്താൻ പറ്റുള്ളൂ. പമ്പ വഴി പോയാൽ നീലിമല, പിന്നെ അപ്പാച്ചിമേട്, പിന്നെ ശരം കുത്തിയാൽ അങ്ങനെ സന്യാസിച്ച് പോകും. ചുമ്മാ നിങ്ങളെ ഗുരുസ്വാമി നാല് പറഞ്ഞത്.
പമ്പ വഴി പോയാലും ഈ കരിമലയും നീലിമലയും കയറി തന്നെ പോകണം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാണ് ഈ പമ്പ വഴി നമ്മൾ കയറി പോകുമ്പോൾ കരിമല കയറ്റം കഠിനം എന്ന് വിളിക്കുന്നത് എന്തിനാണ്? എന്റെ പൊന്നെ ഇടാ, അത് ശരണം വിളിയാണ്. അത് ഈ കരിമല കയറ്റം, കഠിനം പൊന്നയ്യപ്പ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരണത്തിന്റെ ഒരിതാണ്. അത് പമ്പയെ വെച്ചും വിളിക്കാം, സന്നിധാനത്തും വെച്ചും വിളിക്കാം, നീലിമലയെ വെച്ചും വിളിക്കാം, കരിമലയിലും വെച്ചും വിളിക്കാം. അപ്പൊ അഴുതയാ? അഴുതേ ഗുരുസ്വാമി എന്ന് പറയുന്നത് അഴുത എവിടെയാണ്? അഴുത അതെനിക്ക് അങ്ങോട്ട് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അത് ഈ പീരുമേടിന്റെ ഭാഗമാണെന്നാ തോന്നുന്നേ. പണ്ടൊക്കെ ആ വഴിയൊക്കെ ആളുകൾ നടന്നു പോകാറുണ്ടായിരുന്നേ. ഇപ്പോഴല്ലേ ഈ പുതിയ പുതിയ വഴികളൊക്കെ വന്നത്. അല്ല, ഈ പറഞ്ഞ എവിടെ പോണത്? ശബരിമല എവിടെ കിടക്കണ്? പീരുമേട്, കല്ലാട്, വയനാട്. എന്തായാലും മലയിൽ പോയാൽ മല ചവിട്ടിയേ പറ്റൂ. ആ ബാല, അടുത്ത വർഷം ഞാനും ഉണ്ടേ. ഞാനും ഉണ്ട്. നമുക്ക് എരിമേലി വഴി എന്നെ പോണം. എരിമേലി വഴിയാണെങ്കിൽ ഞാനും ഉണ്ട്. എരിമേലി വഴിയാ, നീ ഒരു കരിമല വഴിയാ. ഓ, നിന്റെ മുട്ട ഇടിക്കും. അത് കുഴപ്പമില്ല. നിങ്ങൾ എന്റെ മുട്ട ഇടിക്കില്ല, നിങ്ങളെ മുട്ട ഇടേ. വയസ്സായി. വിടാതെ എന്തോ നല്ല ഡീസന്റ് ആയിട്ട് ഗുരുസ്വാമി അല്ലേ? കൂടെ പോ, ഗുരുസ്വാമി കൂടെ പോ. 2 ദിവസം കഴിയുമ്പോ അറിയാം രണ്ടും കൂടി. എന്ത് പറഞ്ഞാലും വഴക്ക്. നല്ലാതെ അവന്റെ കാര്യം. അപ്പോ വൈകുന്നേരത്തിന് മുമ്പ് എല്ലാം റെഡി ആവണം. പിന്നെ ഇപ്പൊ തന്നെ ശരിയാവും. എല്ലാരും കൂടെ താങ്ങിക്കൊന്നും നിൽക്കാതെ സമയം പോണം, പെട്ടെന്ന് ആവട്ടെ. എല്ലാരും കൂടെ ആഞ്ഞു പിടിച്ചപ്പോ തീരൂ. വൈകുന്നേരം ഭജനയ്ക്ക് പറഞ്ഞേ. ഞാനോ? എന്ത് കുഴപ്പം തോന്നാ? നവാസേ, അയ്യപ്പനും അവര് സുഹൃത്തുക്കളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ് അയ്യപ്പന്റെ സന്ദേശം. അതെനിക്കറിയാം. ഞാനേ വൈകിട്ട് വരാം. ശരി കേട്ടാ. അയ്യോ, ഇതുവരെ തേങ്ങ വാങ്ങിയില്ല. ഇവളെന്തായാലും വന്ന നേരം മുതൽ തേങ്ങാന്ന് വലിയ പാടി അവിടെ തേങ്ങ വാങ്ങണ്ടാക്കിട്ട് പോ. അവള് പറഞ്ഞില്ല എന്താ കുഴപ്പം? തേങ്ങ കുറെ വേണ്ടേ? നെയ്ത്തേങ്ങ നടക്കണ്ടേ എല്ലാവർക്കും? നെയ്ത്തേക്ക് തേങ്ങ വേണം. നവാസേ, നീ ജോലിക്ക് പറഞ്ഞ? ഞാൻ ചേട്ടാ വ്രതം നോക്കിയിട്ടില്ല. അടുത്ത കൊല്ലം വരാം. ശരി. പോകുന്നൊക്കെ കൊള്ളാം, കുട്ടികളെ കൊണ്ടാ പോകുന്നതെന്ന് ഓർമ്മ വേണം. സ്വാമിയേ നിലു, നാളെ കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങണം. അപ്പൊ നിന്റെ കയ്യിലുള്ള ഹരിഹര സുധനേ പെട്ടെന്ന് ഇടിച്ചോണ്ടിരിക്കാ. പെട്ടെന്ന് എന്ത് ചേട്ടൻ വിളിക്കില്ലേ? വിളിക്ക്. കല്ല് മുള്ളും സ്വാമിക്ക് ശരണം. അമ്മോ, സ്വാമിക്ക് ശബരിമല ഇപ്പൊ സമയമായില്ലേ? പോകല്ലേ? ഞാൻ അടുത്ത വർഷം പോകുന്നുള്ളൂ. പോകും. എല്ലാരും ഒരുമിച്ച് പോവാ. പെട്ടെന്ന് ഉപ്പും മുളകും co-powered by Q Developers and 24news.com. പിള്ളേര് എവിടെ പോയി കിടക്കണത്? കേശു, ലച്ചു, ശിവ. എന്താ? ആഹാ, അവിടെ സ്വാമി പടുക്കായിട്ട് പതിന് തുടങ്ങാൻ പോണു. അങ്ങോട്ട് പോ, പെട്ടെന്ന് പോ. എടാ വിഷ്ണു, നീ എവിടെ പോയി കിടന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എടാ പതിന് തുടങ്ങാടാ. സ്വാമിയെ ശരണയ്യപ്പോ. ചുമ്മാ. നീലുവിടെ? നീലു, പോണ നീ കാര് അന്നറച്ചെടുക്കടാ. ഇടി ഭജന തുടങ്ങി അങ്ങോട്ട് പോവാൻ. അവിടെ വന്ന് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ വന്നിരുന്നാലേ അത്താഴം കിട്ടൂല സ്വാമിയാർക്ക്. നീ അടക്കളയിൽ പോയി. ഇടി നീ എങ്കിലും പോടി ഒന്ന്. ചേച്ചി ബാ, പിന്നെ ചെയ്യാൻ ബാക്കി ജോലി. കുളിച്ചാ? അയ്യോ, ഒരു വ്രതശുദ്ധിക്കാരൻ ഞാൻ. വ്രതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയത്തിന് കുളിക്കും. കേട്ടാ വെറുതെ വിട. ആമി ഭജനയ്ക്കൊന്നും വരണില്ലേ? ഭജന തുടങ്ങിയൊന്നും ഇല്ലല്ലോ. തുടങ്ങുമ്പോ ഞാനങ്ങ് വരും. ഇരിക്കാൻ പറ്റുമോ? കുട്ട് വളയോ? കുട്ട് വേദനയല്ലേ? അതൊന്നും സാരമില്ല, ഞാൻ ആ വരാന്തയിൽ ഇരുന്നോളാം. നോക്കണേ, കാല് നോക്കണേ. എന്നാ ഞാൻ വരുന്നില്ല, ഞാൻ പോയി കിടന്നു. മാമില്ല എന്തോന്ന് ഭജന പറഞ്ഞു? നിനക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം എപ്പോഴും? ഇതെന്താ ഞാൻ എല്ലാവരും വിളിക്കാൻ വേണ്ടി നിൽക്കണം. എനിക്ക് പോകാമല്ലോ. സ്വാമി
ശരണം വിളിക്കാന്ത് സ്വാമിയേ സ്വാമിയേ ഹരിഹര സൂരേ പെട്ടെന്ന് കത്തിരി അണ്ണാ. അയ്യോ സ്വാമി തുടങ്ങാം. സ്വാമിയേ തുടങ്ങാം. മാമി മുമ്പോട്ടൊന്നിരിക്കണം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, മുട്ടുവയ്യ. ശരി സ്വാമി തുടങ്ങാം. ആ സ്വാമിയേ ഹരിഹര സുതനേ സ്വാമിയേ തുടങ്ങാം. ആ അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം 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 ആദിയും വ്യാധിയില്ല അയ്യപ്പ അയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം മോഹവും കോപമില്ല അയ്യപ്പ അയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം പൊന്നമ്പലമേട്ടിൽ വഴുന്നോരയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം കാട്ടിലും മേട്ടിലുമേ ഇരുമുടി കെട്ടുകളുമേന്തി അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം 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 അയ്യപ്പ നിൻ ശരണം ശരണം പൊന്നയ്യപ്പ നിൻ ശരണം